നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടിച്ചെന്ന് അതെടുക്കാൻ തോന്നാറുണ്ടോ? എത്ര ജോലി തിരക്കാണെങ്കിലും ഇടയ്ക്കിടെ ഫോണിലേക്ക് നിങ്ങളുടെ കണ്ണെത്താറുണ്ടോ? ദീർഘനേരം ഒരു ജോലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാറുണ്ടോ? നിങ്ങളുടെ മനസ്സ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നുണ്ടോ? എങ്കിൽ പോപ്കോൺ ബ്രെയിൻ ആവാനാണ് സാധ്യത എന്നാണ് ഗവേഷകർ പറയുന്നത്, പഠനങ്ങൾ പറയുന്നത്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പോപ്കോൺ ബ്രെയിൻ എന്നതിനെ കുറിച്ചാണ്. സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ ഉപയോഗം കൂടി വരുന്നതിനനുസരിച്ച് തന്നെ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് ദൈനംദിന ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് ഗാഡ്ജറ്റുകൾ മിതമായി ഉപയോഗിക്കുന്നതിന് പകരം അമിതമായുള്ള അതിന്റെ മണിക്കൂറുകളോളമുള്ള അവയുടെ ഉപയോഗം പലതരത്തിലുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അത്തരമൊരു അവസ്ഥയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്നത്. ജെൻസി എന്നറിയപ്പെടുന്ന പുതുതലമുറയിൽപ്പെട്ടവരിൽ ഏറ്റവും പ്രചാരമുള്ള വാക്കാണ് പോപ്കോൺ ബ്രെയിൻ. 2011 അമേരിക്കയിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായിരുന്ന ഡേവിഡ് ലെവിയാണ് ആദ്യമായി പോപ്കോൺ ബ്രെയിൻ എന്ന പദം കൊണ്ടുവന്നത്. അമിതമായ സ്ക്രീൻ ഉപയോഗം തലച്ചോറിനെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മണിക്കൂറുകളോളം സ്ക്രീനിൽ ചെലവഴിക്കുന്നത് മൂലം ഉറക്കക്കുറവുണ്ടാവുകയും വിഷാദത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഒരു ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. സൈബർ ബുള്ളിയിങ് ഉണ്ടാവുകയും സ്വയം മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകുകയും ഇത് മറ്റു പല മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഒരു വറച്ചട്ടി എടുത്ത് ചൂടാക്കി അതിൽ പോപ്കോൺ ഇടുമ്പോൾ എന്താ സംഭവിക്കുക? പോപ്കോൺ ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. ഹോട്ട് റീൽസും കോമഡിയും മോട്ടിവേഷനും എല്ലാം ഇങ്ങനെ കണ്ട് നമ്മുടെ മനസ്സ് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നു. അത് വിവിധ തരത്തിലുള്ള വികാരങ്ങളാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അപ്പൊ തലച്ചോറ് അതിനനുസരിച്ചൊരു പുതിയ പ്രവണത വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി നമ്മൾ ഇടപെടുന്നത് കൊണ്ടും റീൽസും ഷോർട്സും ഒക്കെ നിരന്തരം കാണുന്നത് കൊണ്ടും പെട്ടെന്ന് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിപ്പോകുവാനുള്ള ഒരു പ്രവണത നമ്മുടെ തലച്ചോറും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കാര്യത്തില് കൂടുതൽ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും ഒക്കെ മിതമായിട്ട് മാത്രം ഉപയോഗിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ടേക്ക് കെയർ.